ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ മഞ്ചേരി മാർക്കറ്റിലെ ഓണത്തിന്റെ തിരക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. 1 മണിക്ക് തുടങ്ങിയില്ലേ മാർക്കറ്റ് 1 മണിക്ക് തുടങ്ങിയിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയുണ്ട്? സാധനം കഴിഞ്ഞോ? ഏകദേശം തീർന്നു. വല്യണ്ടികൾ പോയില്ലേ? വല്യണ്ടി പോയി. ഗുഡ്സ് ചാട്ടന്മാര് തുടങ്ങി. സാധനം കയറ്റി ബാക്കിയുള്ള സാധനം വിൽക്കണം കൊടുക്കും. ബാക്കിയുള്ള കാലിയാക്കിയിട്ട് പരിക്കണം. അപ്പൊ ഓണായിട്ട് എങ്ങനെയുണ്ട്? കച്ചവടം ഉണ്ടോ? ഓണായിട്ട് കച്ചവടമൊക്കെ ഉണ്ട്. വില അധികം കൂടുതൽ വില ഓവറായിട്ടൊന്നുമില്ല. ചെറുതായിട്ട് ചെറിയ മാറ്റം ഉണ്ട്. അതിന്റെ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം തന്നെ ഉള്ളൂ. വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മാർക്കറ്റില് എത്ര ബ്ലോക്ക് ഉണ്ടായാലും ബ്ലോക്ക് നിയന്ത്രിക്കണതാണ് കേട്ടോ മരക്കാരാക്കാം. ഏത് വണ്ടിയും അങ്ങോട്ട് നിർത്തി ക്ലിയർ ആയി കൊടുക്കും. അല്ലേ, മുപ്പരാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്. എത്ര വണ്ടി വന്നാലും ഇവിടെ ബ്ലോക്ക് ഉണ്ടാവില്ല. കാരണം ഇയാളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആള്. അല്ലേ, ഇപ്പൊ തിരക്ക് വണ്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. വണ്ടിയിൽ ആളില്ലെങ്കിൽ വണ്ടി മൂപ്പരനെ എടുത്ത് കണ്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ. നല്ല തിരക്കാണ്. ആ കഴിഞ്ഞില്ലേ? 7 മണിയായില്ലേ? രാവിലെ 1 മണിക്ക് തുടങ്ങിയില്ലേ? 1 മണിക്ക് തുടങ്ങിയില്ലേ? കഴിഞ്ഞില്ലേ? ഇല്ലേ? അങ്ങനെ കേസ് മാർക്കറ്റില് 7 മണിയായിട്ടും തിരക്ക് കഴിഞ്ഞിട്ടില്ല. ഓണായതുകൊണ്ടേ നല്ല തിരക്കാണ്. 1 മണിക്ക് തുടങ്ങി മാർക്കറ്റ്. ഇനി ഇവിടുന്ന് ഒരു 4 ദിവസം തിരക്ക് തന്നെ കാരണം ഓണാവണല്ലോ. മാർക്കറ്റിലെ ഒരു ഗല്ലിയാണ്. ഇങ്ങനെ ഓരോ ഗല്ലിയായിട്ടുണ്ട്. ഇത് ATS വായ്ക്കള കടണ്ട്. ഇപ്പോൾ 7 മണിയായിട്ടും പച്ചക്കറികൾ കഴിഞ്ഞുകൊണ്ട് പോകുള്ളൂ. ഓണ സാധനം ഓണയതുകൊണ്ട് കുറേ സാധനം വന്നത്. അതുകൊണ്ടിപ്പോൾ ഇങ്ങനെ തീരുന്നു. അല്ലെങ്കിൽ ഈ നേരം പോലെ മാർക്കറ്റ് ഏകദേശം കഴിയില്ല. അപ്പം സാധനം കൂടുതലുള്ളതുകൊണ്ടും ഫോണിലുകൊണ്ടും വണ്ടികളൊക്കെ പോയി. ആദ്യത്തെ വണ്ടികളൊക്കെ പോയി. ഇപ്പോൾ 2ാം വണ്ടി ചെറുവണ്ടികൾ വന്നിട്ടോ. ഓണയതുകൊണ്ട് നല്ല തിരക്കാണ്. നേരത്തെ 1 മണിക്ക് തുടങ്ങിയിട്ടും സാധനം തീർന്നുകൊണ്ടിരിക്കുള്ളൂ. ഇത്രയും സാധനം ഉണ്ട് കേട്ടോ. നിങ്ങൾ നമ്മളെ സ്യാബിൻ്റെ ഇടയിൽ കായ്ച്ചക്കുലകൾ, വലിയ വലിയ വായക്കുലകൾ, കപ്പായം എല്ലാം ഉണ്ട്. സ്യാബിൻ്റെ കട തൊട്ടടുത്തൊരു കട. ഇപ്പോൾ കടകൾ വരിയായിട്ടുണ്ടാവും ഓരോ സൈഡിൽ. ഈ സൈഡത്തെ വായക്കുല കടയാണ്. അതേപോലെ തന്നെ ആ ഭാഗത്തുണ്ട് കേട്ടോ മാർക്കറ്റ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കാം. വായക്കുലൊക്കെ കായ്ച്ചക്കുല വന്ന ഓണായിട്ടില്ലേ? അതെ, ഓണായിട്ട് ഇവിടെ നമ്മളിവിടെ കാഴ്ചക്കുല പോകണ്ട. തൃശ്ശൂർ ഭാഗത്ത് കാഴ്ചക്കുലക്ക് ഭയങ്കര ഡിമാൻഡ്. ഇവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇവിടെ ഡിമാൻഡ് ഒന്നുമില്ല, കമ്മിയാണല്ലേ? ഓണച്ചിട്ട് ഡിമാൻഡ് ഒന്നുമില്ല. ഇവിടെ വില കമ്മിയാണല്ലേ? അപ്പൊ നേന്ത്രപ്പഴത്തിനും മൈസൂർ പഴത്തിനൊക്കെ നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ വളരെ വില കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ ഹോൾസെയിലിൽ സാധനമൊക്കെ എടുക്കാനുള്ള പോലെ നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ വന്നാൽ വളരെ വില കുറഞ്ഞ രീതിയിൽ പച്ചക്കറികളും പഴങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ സാധനം. കുറെ കടകളുണ്ട്. പല കടയിലും പല റേറ്റൊക്കെ. നമുക്ക് എല്ലാ കടയിലും നോക്കി ഇങ്ങനെ വാങ്ങാം. അല്ലേ, പഴക്കൊലൊക്കെ കൂട്ടിയിട്ട് ഇഷ്ടം പോലെ സാധനമുണ്ട് ഇവിടെ. കണ്ടില്ല? ഓ, എന്താ ഇത്രയും സാധനമുണ്ട്. കാരണം വില ഒരിക്കലും കുറവില്ല. കാരണം ഞാൻ മഞ്ചേരി മാർക്കറ്റിൽ കുറെ കടകളുണ്ട്. നമുക്ക് വില ചോദിച്ചു വാങ്ങി പലയിടത്തും പല വിലയൊക്കെ അല്ലേ. എങ്ങനെയുണ്ട്? ഇതാണ് കാഴ്ചക്കൊല അല്ലേ? ഇതാണ് ഓണത്തിനുള്ള കാഴ്ചക്കൊല. നല്ല ഭംഗിയുള്ള കൊല ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ വലിയ അധികം വില ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് ഓണായതുകൊണ്ട് കൈ പൊള്ളാതെ വാങ്ങാം. കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കണല്ലേ. ഇല്ല, ഇതൊക്കെ കൊലകളാട്ടോ. ഓട്ടർമാരിങ്ങനെ ഈ ചെറിയ വണ്ടിക്ക് സാധനം കയറ്റിക്കൊണ്ട് കേട്ടോ. ചെറിയ വണ്ടി, വലിയ വണ്ടി കഴിഞ്ഞു. രാവിലെ 1 മണിക്ക് തുടങ്ങിയില്ലേ? 1 മണിക്ക് തുടങ്ങിക്കൊണ്ടോ? അതല്ലിട്ട് ഇവർക്ക് ക്ഷീണമില്ല, ഈറിയില്ല. കണ്ടോ, ചിർച്ചിന മോകായിട്ട് പോലെ നിൽക്കണ്. ഇതും ഇങ്ങനെ തന്നെ കേട്ടോ. പണ്ട് ഇപ്പോൾ ഒരേമാതിരിയാണ്. പോട്ടർമാരൊന്നും മിയാണ്. അത് കച്ചവടക്കാർക്ക് ഒരു പറഞ്ഞില്ല, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ സാധനം ഇങ്ങനെ കയറ്റിക്കൊണ്ട് കേട്ടോ പോട്ടർമാര്. ഇതവിടെ വെളുത്തുള്ളി, ഇതാ തക്കാളിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിലെ തിരക്കുണ്ട്. തിരക്ക് ഓണായ ഇങ്ങനെ ഇവിടെ നല്ല തിരക്കാണ്. ഓണം മാത്രമല്ല, പെരുന്നാൾ, വിഷു എന്തായാലും നല്ല തിരക്കേക്കാണ്. പിന്നെ ഏതായാലും മാർക്കറ്റ് എപ്പോഴും ഓണായിക്കണം. 9-10 വരെ അതുണ്ടാവും മാർക്കറ്റ് സാധനം. ഇവിടെയൊക്കെ സാധനം കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ വില അറിഞ്ഞിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ നല്ല തിരക്കാണ്. ചെറുവണ്ടികളാണ്. ഒരു സാധനം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. തിരക്ക് ഇപ്പോഴും കഴിഞ്ഞില്ലേടാ? ഓക്കെ, 1 മണിക്ക് തുടങ്ങിയില്ല, തിരക്ക് കഴിഞ്ഞില്ല. നമ്മളെ നൗസൂരിനുള്ള ലോഡാ. ഇതേ കുടിച്ചിലിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണം. ഇട്ടൂട്ട് ഏകദേശമൊക്കെ സാധനം കഴിഞ്ഞു.
RVS നാടൻ പച്ചക്കറി അല്ലേ? കോവക്കൊക്കെ നാടൻ, ഫുൾ നാടൻ വന്നല്ലോ. ഇവിടെ നാടൻ കയ്പ, നാടൻ മത്തൻ, എല്ലായിട്ട് നാടൻ കണ്ടില്ലെങ്കിലും ഓണായിട്ട് നാടൻ കോവക്ക അടിപൊളി കിട്ടാം. ഇതൊക്കെ നാടൻ വൈതന, റെഡ് വൈതന, നാടൻ സാധനമൊക്കെ വന്നാലേ നമ്മൾ RVS ഉണ്ടാവും. മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത സാധനം, അതായത് നാടൻ സാധനങ്ങൾ ഇതാ. നാടൻ എല്ലാം നാടനാണ് ഇവിടെ. പിന്നെ ഫുള്ള് നാടൻ RVS വന്നാൽ. നാടൻ പയറെത്തി കൊണ്ടോ? പയറതാ, നാടൻ പയർ, നാടൻ കുമ്പളങ്ങ, നാടൻ എല്ലാം എത്തിക്കും ഇവിടെ. നമ്മളെ കൊച്ചുപ്പാൻ്റെയും ബാവൻ്റെയും കടയിൽ നാടൻ, ഫുൾ നാടൻ അല്ലേ? പോരി ചെറുള്ളിക്ക് വില പറഞ്ഞോ? ചെറുള്ളിയിലോ വില കുറവാ? ചെറുള്ളിക്ക് വില കുറവാണെന്നാണ്. ഓണായിട്ട് വില പറഞ്ഞോ? 25 രൂപ. ചെറുള്ളിക്ക് വില കുറവാ? ഉള്ളിക്ക് ചെറിയ വില ഉള്ളൂ, ചെറിയ വിലക്ക് ഉള്ളി. എല്ലാ ഐറ്റംസും. വടോപ്പുളി അച്ചാറ്, ഓണായിട്ട് അച്ചാറാ വടോപ്പുളി, എല്ലാ ഐറ്റം ഉണ്ടോ? അതേപോലത്തെ മാർക്കറ്റിൽ നല്ല തിരക്കാം കേട്ടോ. ഇവിടെ വെണ്ടക്ക, ക്യാരറ്റ് എല്ലാ ഐറ്റം ഉണ്ട്. ഓണായിട്ട് സാധനത്തിനൊരു കമ്മിയില്ല, വിലയും കയറില്ല, കുറഞ്ഞ വിലയേ ഉള്ളൂ കാണില്ലേ? ചെറിൻ്റെ കടയിൽ വെണ്ടക്ക വില കുറവാണ്. ഓണായിട്ടും വില കുറച്ചാ കൊടുക്കണം നിങ്ങള്? ഓണായാലും വില കുറയും, ചെറിയ വിലക്ക് സാധനം കണ്ടമാനം ഇറങ്ങി. ഓണായിട്ടൊരു ടൈറ്റും ഇല്ല, എന്തേ എല്ലാ ഐറ്റും ഉണ്ട് കേട്ടോ. കച്ചവടം കഴിഞ്ഞു, 12 മണിക്ക് തുടങ്ങി രാത്രി. ഓണായതുകൊണ്ട് ആനയൊക്കെ കഴിഞ്ഞു ക്ലിയർ ആയിട്ടോ. പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇവിടെ കുറച്ച് വിലകളേ ഉള്ളൂ. ലോഡ് കണക്കിന് സാധനം വരും, ഡയറി വരും. ഓണായിട്ട് വില കൂടുതലൊന്നുമില്ല, ഉറുപ്പ്യ കുറച്ചാ കൊടുക്കണം. വില കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നാൽ കുറഞ്ഞ വില കിട്ടും. നമ്മൾ ഇസാക്കാന്റെ കടയിൽ വന്നാലേ കുറഞ്ഞ റേറ്റിൽ ചക്കയും നേന്ത്രപ്പഴം കിട്ടും കേട്ടോ. ഇത് ഗ്യാസിന്റെ ലോഡാ? ഗ്യാസിന്റെ ഒരു ലോഡ് ഓണായിട്ടേ ഒരു ലോഡ് പച്ചക്കറി കൊണ്ടുപോണ് അല്ലേ? അതെ, ഓണായിട്ട് വില ആറുണ്ടോ മാർക്കറ്റില്? കുറച്ച് ഓവർ വിലയൊന്നുമില്ല, പയറിന് അത്രേ ഉള്ളൂ. വേളിനൊക്കെ സാധാ വില തന്നെ ഉള്ളൂ. നേന്ത്രപ്പഴത്തിന് വില കുറവാണോ? 5 രൂപ, 5 രൂപ കുറവല്ലേ? സർവീസിലെ ഇതാ വലിയ മകനെത്തിണ്ട്. സൗദിന്ന് ആളില്ലായിട്ടേ പാപ്പ സൗദിന്ന് ആളെ കൊടുത്തു ഇല്ലാട്ടോ. പയറിന് എല്ലായിടത്തും ടൈറ്റാണ്. നമ്മളെ ബ്രേക്കാന്റെ അടുത്ത് പള്ളറച്ച് പയറുണ്ട്, ഇഷ്ടം പോലെ പയറുണ്ടില്ലേ? കണ്ടില്ലേ? എവിടെയില്ല, കോഴിക്കോട് മാർക്കറ്റിൽ കൊണ്ടില്ല എത്ര തോന്നെ പയറ്. ഇത്രക്കും പയറുണ്ട് നിങ്ങള് ഇഷ്ടം പോലെ. ഉള്ളിലേക്ക് വാദിച്ചു പോയണം, ഇഷ്ടം പോലെ ഉണ്ട്. നാടൻ പടലങ്ങ അല്ലേ? നാടൻ ഓണ സ്പെഷ്യൽ. ഡിമ്മ് പച്ചക്കറി കൊണ്ടിട്ടോ. ഡിമ്മ് സ്വന്തം പേരിനെ പറയാലേ കേട്ടില്ലേ? മാർക്കറ്റില് തിരക്ക് ഇങ്ങനെ കുറഞ്ഞു വരാട്ടോ. സമയം 7 മണി കഴിഞ്ഞു, 8 മണി ആകാനായി. നമ്മളെ സിയാബിന്റെ വാഴക്കൊലക്കട എല്ലാ ഐറ്റം വാഴക്കൊലയും ഉണ്ട് നിങ്ങള്. ഈ ഇതാണ് മുസവാക്ക. വലിയ വണ്ടിക്കാരൊക്കെ പോയി. ഇനി വില വിളയാട്ടാണ് ഇവിടെ. ഏത് കടയിൽ ഇങ്ങനെ നടന്ന് ചോദിച്ച് വില കുറച്ചിങ്ങനെ വാങ്ങല്ലേ? മഞ്ചേരി മാർക്കറ്റിൽ അങ്ങനെ പ്രത്യേകത ഉണ്ട് അല്ലേ? നിങ്ങളങ്ങനെ നേരത്തെ വരുന്നിട്ട് ചോദിച്ച് ലാസ്റ്റ് വാങ്ങും. ലാസ്റ്റ് ചടപ്പന്മാര്. അതെ. അപ്പൊ ലാസ്റ്റ് വില കഴിഞ്ഞ് കഴിഞ്ഞാല് വില ഉണ്ടാവുക അല്ലേ? മഞ്ചേരി മാർക്കറ്റിനെ പിടിച്ചെടുത്തുന്ന ആൾക്കാരാണ് ഇവിടെ. ലാസ്റ്റുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകും, ഒന്നിച്ചു നടക്കും, ഒന്നായിട്ട് കൊണ്ടുപോകും. അപ്പൊ അതാ രാവിലത്തെ വണ്ടി പോയി കഴിഞ്ഞാൽ വില കേട്ടോ. വില ഇങ്ങനെ സാധനം നോക്കി കുറേ കടകളുണ്ടേ, പല കടയിലും പല വിലയൊക്കെ. അപ്പോൾ ഒരു വില ചോദിച്ച് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില ചോദിച്ച് കുറഞ്ഞ വിലക്ക് സാധനം എടുക്കാം. പഴയ സ്റ്റാൻഡിൽ നിന്ന് മാർക്കറ്റിൽ കയറുന്ന ഉള്ള പച്ചക്കറി കടകളാണ്. അത് വൈകുന്നേരത്തെ ഉത്രാടത്തിന് എന്നുള്ള വൈകുന്നേരത്തെ തിരക്കാണ്. അതാണ് ഓപ്പൺ വൈകുന്നേരത്തെ തിരക്കാണ്. ഉത്രാടത്തിൻ്റെ എന്നുള്ള തിരക്കാണ്. 1-ാം ഓണത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്.
തിരക്ക് തുടങ്ങിയിട്ടുള്ളൂ. രാത്രി വന്നോളും ഞാൻ തിരക്ക് കൂടി നല്ല തിരക്കാ. ബാവ കൂട്ടി കണക്കൂട്ടി കൊയങ്ങാവേ. തിരക്ക് തുടങ്ങിയിട്ടുള്ളൂ, തുടങ്ങണല്ലേ? തിരക്ക് ഞാൻ തുടങ്ങണല്ലോ കേട്ടോ. ഈ രണ്ട് സൈഡിലും പച്ചക്കറി കട ഉണ്ട്. ഇവിടെ പച്ചക്കറി കട, ഇവിടെ പച്ചക്കറി കട. മാർക്കറ്റ് കയറിനെ എൻട്രി ആണത്. ഒന്ന് തിരുവോണാണ്. ഇന്നലെ നമ്മൾ ഉത്രാടത്തിന്റെ വീഡിയോ കിട്ടിയല്ലോ അല്ലേ? ഇപ്പൊ ഇന്ന് കഴിഞ്ഞു, രാവിലെയാണ്. ഇന്ന് ആരുമില്ല. തിരുവോണമായിട്ട് ആളില്ല, ആള് കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിളാക്കി വെക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നതിലേക്കും ഗുഡ് ബൈ.